ടീം UDFിൻ്റെ വാഗ്ദാനങ്ങളിലൊന്ന് ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നുള്ളതായിരുന്നു. ധവളപത്രം എന്ന് പറയുന്നത് ഖജനാവിൻ്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി അറിയുന്നതിനുള്ള ഒരു മാർഗമാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ പരിശോധിക്കാനും പരിഹരിക്കാനുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ടാണ് ധവളപത്രം. ഖജനാവ് കാലിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. ഖജനാവിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഇത് നിർദ്ദേശിച്ച് കിട്ടുകയാണ് ധവളപത്രത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ശ്രദ്ധേയരായ സാമ്പത്തിക വിദഗ്ധരെ ഉൾപ്പെടുത്തിയൊരു കമ്മീഷന് രൂപീകരിച്ചിരിക്കുകയാണ്. അവരെത്ര വലിയ സാമ്പത്തിക കാഴ്ചപ്പാടുകളുള്ളവരാണെങ്കിലും ഒരു കാരണവശാലും സാമ്പത്തിക വിദഗ്ധർക്ക് സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക സാധ്യമല്ല. അത് പരിഹരിക്കാൻ കഴിയുന്നത് മന്ത്രിസഭയ്ക്ക് മാത്രമാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് മാത്രമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക. ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ വിജയമുണ്ടാകുമെന്ന് നിർദ്ദേശിക്കാൻ മാത്രമേ കമ്മിറ്റികൾക്കും കമ്മീഷനുകൾക്കും ആവുകയുള്ളൂ. അവരെ കേട്ട് നല്ലത് സ്വീകരിക്കാനും അല്ലാത്തത് തള്ളാനുമുള്ള വിവേകം പുതിയ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. കാരണം മന്ത്രിസഭയിൽ പഴയ തലമുറക്കാരുണ്ട്, പുതിയ തലമുറക്കാരുണ്ട്. അനുഭവ സമ്പത്തും പുതുമയുടെ ഊർജവും വിജയത്തിന് ഒരുപോലെ ആവശ്യമാണ്. അതുകൊണ്ട് സന്തുലിതമായ തീരുമാനങ്ങളെടുത്ത് സമഗ്രമായ വിജയത്തിലേക്ക് എത്തുന്നതിന് ആവശ്യകമായ അടിസ്ഥാന പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് കേരളീയർക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം. ഏത് മന്ത്രിസഭ വന്നാലും കാലിയായ ഒരു ഖജനാവ് പെട്ടെന്ന് നിറയ്ക്കാനുള്ള മാന്ത്രിക ജാലവിദ്യകളൊന്നും അറിയില്ല. മാർഗങ്ങൾ സ്വാഭാവികമായും കമ്മിറ്റികൾ നിർദ്ദേശിച്ചു കൊടുക്കും. അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് സാധ്യതകൾ കേരളത്തിലുണ്ട്. നികുതി വർദ്ധിപ്പിച്ചൊന്നും ഖജനാവ് നിറയ്ക്കാനാവില്ല. ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം നികുതി കൊടുത്ത് പൊറുതി മുട്ടിക്കഴിയുന്ന ഒരു ജനസമൂഹമാണ് കേരളം. നികുതിയേതര വരുമാന മാർഗങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഒരുപാട് സാധ്യതകളുണ്ട്. ടൂറിസം പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുതിയതായി സ്ഥാപിക്കുക വഴി നമ്മുടെ സമ്പത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് ഒഴുകാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ കാര്യങ്ങൾ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വികസനവുമായി ബന്ധപ്പെടുത്തി ചെയ്യാൻ കഴിയും. നമുക്ക് എത്രയോ ഭാഗ്യപ്പെട്ട പ്രകൃതി സൗകര്യങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. ലോകസഞ്ചാരികളെ മുഴുവന് കൊണ്ടുവരാം. മറ്റൊരു സിംഗപ്പൂരാക്കി കേരളത്തെ മാറ്റാൻ കഴിയും. അതിന് ഉറച്ച തീരുമാനങ്ങളും വിശാലമായ മനസ്സും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സവിശേഷമായ കഴിവും ഭരണാധികാരികൾക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ റിസോഴ്സസ് പോലെ, അതായത് നമ്മുടെ മറ്റ് വരുമാന മാർഗങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അത് കണ്ടെത്താനും ഉപയോഗിക്കാനും അധികാരപ്പെടുത്തപ്പെട്ടിട്ടുള്ള മന്ത്രിമാരെ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മന്ത്രിമാര് ജനപ്രതിനിധികൾ വിഭവങ്ങൾ പോലെ തന്നെ വലിയ ആസ്തിയാണ്, അസറ്റാണ്. അവരുടെ മനസ്സ്, അവരുടെ അറിവ്, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ നിശ്ചയദാർഢ്യം, ഇതൊക്കെയാണ് ഖജനാവിനെ സമ്പന്നമാക്കുന്നത്. അങ്ങനെയുള്ള സമ്പന്നമായ ഖജനാവും സമ്പന്നമായ കേരളവുമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.